കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാഥയാണെങ്കിൽ സിത്താര അടിച്ചതിൻ്റെ ദേഷ്യത്തിൽ റൂമിൽ സങ്കടപ്പെട്ട് കിടക്കുവാണ് കേട്ടോ. ഈ സമയം സിനി ഗാഥയുടെ റൂമിലേക്ക് ചെന്ന് ഗാഥയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുവാണ്. ഗാഥ എന്ന ദേഷ്യത്തിൽ സിനിയെ നോക്കിയിട്ടോ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ സിനി നേരെ സിത്താരയുടെ അടുക്കിലേക്ക് എത്തുവാണ്. എന്നിട്ട് പറയണേ, മാഡം ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ. ഗാഥ മാഡത്തോട് പിണങ്ങി അവിടെ ഭക്ഷണം കഴിക്കാതെ കിടക്കുക. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക? അന്നേരം സിത്താര സങ്കടത്തോട് പറയണേ, ഗാഥ ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് പോലും തള്ളുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്തു തന്നെയാണ് അവളെ ഇതുവരെ വളർത്തി വലുതാക്കിയത്. ശിക്ഷിക്കേണ്ട സമയത്ത് അവളെ ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വളർത്തിയതിൻ്റെ ദോഷമാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? മറ്റു കുട്ടികളെ ചെറുപ്പത്തിൽ വളർന്നതുപോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകൾ അറിഞ്ഞും ശിക്ഷ കൊടുക്കേണ്ട സ്ഥലത്ത് ശിക്ഷ കൊടുത്തും വേണമായിരുന്നു വളർത്താൻ. അതെൻ്റെ തെറ്റായിപ്പോയി. അവളെ ഞാൻ ആദ്യമായിട്ട് തല്ലിയത്. അതിൻ്റെ സങ്കടവും ദേഷ്യമൊക്കെ അവൾക്ക് എന്നോടുണ്ടാവും. അന്നേരം സിനി പറയുന്നുണ്ട്, മാഡം ചെന്ന് ഗാഥാ മാഡത്തോട് സംസാരിക്കുക. ഗാഥാ മാഡത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആശ്വാസവും നിങ്ങൾ രണ്ടാളും സ്നേഹത്തോടെ ഇരിക്കുന്നതല്ലേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ വേണം. എന്താണെങ്കിലും ഞാൻ ഗാഥയുടെ അരികിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സിത്താര അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഗാഥേനെയും കൃഷ്ണേനെയാണ് കേട്ടോ. ഈ സമയം രണ്ടുപേർക്കും ഒരു സർപ്പം തങ്ങളെ കൊല്ലാനായിട്ട് വരുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുവാണ്. അങ്ങനെ ആ ഒരു കാഴ്ച കൊണ്ട് രണ്ടാളും ഞെട്ടി എണീക്കുവാണ്. ഈ സമയം ഗാഥയുടെ കരച്ചിൽ കേട്ടിട്ടാണെങ്കിൽ സിത്താരയും സിനിയൊക്കെ റൂമിലേക്ക് ഓടി വരുക. കൃഷ്ണയുടെ ഒച്ച കേട്ടിട്ട് സുമിത്ര മുത്തശ്ശിയും വരുന്നുണ്ട്. എന്ത് പറ്റി മോളെ? അന്നേരം കൃഷ്ണയും ഗാഥയൊക്കെ അവർക്ക് കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് പറയുവാണ് കേട്ടോ. അങ്ങനെ ഗാഥ പേടിച്ച് വിറച്ചിരിക്കുക. മമ്മി എന്നെ വിട്ട് എങ്ങും പോകല്ലേ, ഇവിടെ തന്നെ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. മോളെ നീ വിഷമിക്കാതെ. സർപ്പദോഷമുള്ള ഒരു കുടുംബത്തിലേക്കല്ലേ നീ ഇപ്പോൾ സർപ്പത്തെയും കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഈ ഭയമൊക്കെ ഉണ്ടായത്. ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായത് നിനക്ക്. സാരമില്ല, മമ്മി നിൻ്റെ കൂടെ തന്നെയുണ്ട്. മമ്മി എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. മമ്മി എങ്ങും പോകല്ലേ കേട്ടോ. ഇല്ലെന്നേ, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇന്ന് കിടക്കും. സിനി, ഞാനെന്താണെങ്കിലും ഇന്ന് മോളുടെ കൂടെ തന്നെ കിടന്നോളാം, നീ ചെല്ലും. അങ്ങനെ സിനി അവിടെ നിന്ന് പോകുവാണ്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ പേടിച്ച് സിത്താരയെ ചേർത്ത് പിടിച്ച് സിത്താരയുടെ നെഞ്ചിലിങ്ങനെ ചാഞ്ഞ് കിടക്കുക. ഇതേസമയം സുമിത്രയാണെങ്കിൽ കൃഷ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾ പേടിക്കൊന്നും വേണ്ട. എന്നാലും അമ്മേ, എന്തായിരിക്കും മോൾക്ക് ഇങ്ങനൊരു സ്വപ്നം കാണാൻ തോന്നിയത്? ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, ഈ പൂജകൾ ചെയ്യുന്നതിൽ എനിക്കിതുവരെ ഒരു ഭയമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നിങ്ങനൊരു സ്വപ്നം കണ്ടപ്പോൾ അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞതുപോലെ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ വ്രതശുദ്ധി എടുക്കുന്നവർക്ക് ഇതുപോലെ പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്തെല്ലാം മോള് സർപ്പഭഗവാനെ വിളിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ പരീക്ഷണങ്ങളെല്ലാം മോൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. എന്താണെങ്കിലും നാളെ ഒന്ന് തിരുമേനിയെ ചെന്ന് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്ന് തിരുമേനിയോട് തന്നെ ചോദിക്കാം. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയും മുത്തശ്ശി എന്നാ ചെന്നോ, ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളാം. അന്നേരം സുമിത്ര കൃഷ്ണയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, മോൾക്ക് കൂട്ടായിട്ട് ഈ അമ്മയുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി ഇത്ര വലിയ ത്യാഗം എടുക്കുന്ന മോൾക്ക് ഈ അമ്മ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നും പറഞ്ഞ് സുമിത്ര കൃഷ്ണയെ ചേർത്ത് പിടിച്ച കൃഷ്ണയുടെ നെറ്റിയിലൊരു കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശി നേരെ തിരുമേനിനെ കണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക. തിരുമേനി, കൃഷ്ണമോള് പൂജകളിലും വ്രതത്തിലും ഒന്നും ഒരു വിട്ടുവീഴ്ച പോലും നടത്തിയിട്ടില്ല. എല്ലാം പൂർണ്ണമായ ശുദ്ധതയോടും പൂർണ്ണമായ ഭക്തിയോടും കൂടിയാണ് ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് മോൾക്ക് ഇതുപോലെ അടിക്കടി സർപ്പദംശനം ഏൽക്കുന്നത്, സ്വപ്നത്തിൽ വരുന്നത്? എന്തെങ്കിലും വിഘ്നങ്ങളോ മറ്റോ ഉണ്ടോ? അന്നേരം തിരുമേനി പറയുന്നുണ്ട്, അങ്ങനെ ഈ സർപ്പദംശനം ഏൽക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നത് വരാനിരിക്കുന്ന അപകടത്തിൻ്റെ സൂചനയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ വ്രതം എങ്ങനെയെങ്കിലും മുടക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. അത് വീടിനകത്തുള്ളവരല്ല, പുറത്തു നിന്നുള്ളവരാണ്. അവരാരെന്ന് തൽക്കാലം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെല്ലാം ഒരു പരിസമാപ്തി കിട്ടണമെങ്കിൽ 41 ദിവസം നടക്കേണ്ട സർപ്പബലി അത് തന്നെയാണ് നടക്കേണ്ടത്. പക്ഷേ അത് അതികഠിനമായിരിക്കും. സർപ്പബലി നടക്കുന്ന സമയത്ത് സർപ്പത്തെ വിളിച്ചു വരുത്തേണ്ടി വരും. സർപ്പത്തിന് പ്രീതിപ്പെടുത്തുന്ന കാര്യം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ വ്രതമെടുക്കുന്ന കുട്ടിയെ ആ നിമിഷം തന്നെ സർപ്പദംശനമേറ്റ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മരിച്ചു വീഴും. അത് കേട്ട മുത്തശ്ശി ഞെട്ടുവാണ്. തിരുമേനി, ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം കൊടുക്കുന്ന കൃഷ്ണമോളുടെ ജീവന് ഒരു അബദ്ധം പറ്റാൻ പാടില്ല. ഈ കുടുംബത്തോട് ഒരു ബന്ധവുമില്ലാത്തൊരു പാവം കുട്ടിയത്. അവളുടെ ജീവൻ ബലി കൊടുക്കാൻ എനിക്കാവില്ല. എല്ലാം ഇന്നത്തോട് നിർത്തിയാലോ? ഈ വ്രതമെല്ലാം അവസാനിപ്പിച്ചാലോ? അന്നേരം തിരുമേനി പറയണേ, വ്രതം തുടങ്ങിയ സ്ഥിതിക്ക് ഇത് അവസാനിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ സർവനാശത്തിന് തന്നെ കാരണമാകും. വ്രതം നടക്കട്ടെ. അതിൻ്റെ അവസാനം 41 ദിവസം ആ സർപ്പബലി നടക്കണം. ദൈവം കാണുന്നുണ്ടല്ലോ എല്ലാം. നിങ്ങൾ ഇനി പരീക്ഷിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഈ പൂജകളുടെ അവസാനത്തായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാ ദോഷങ്ങളും അതോടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും
നന്ദനും കൂടി സംസാരിക്കുന്നതാണ്. മുത്തശ്ശി അങ്ങനെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നന്ദനോട് പറയണേ. നന്ദൻ പറയണേ, എന്നാലും ആരായിരിക്കും ആ ശത്രു? ഈ പൂജകൾ മുടക്കി നമ്മുടെ കുടുംബത്തിൻ്റെ നാശം കാണണമെന്ന് വിചാരിക്കുന്ന ആ ശത്രു ആരായിരിക്കും അമ്മേ? നമുക്കത് കണ്ടുപിടിക്കണ്ടേ? നിർമ്മലയും കീർത്തിയും കൂടി പല കാര്യങ്ങളും പൂജ മുടക്കാനായിട്ട് ചെയ്യുന്നത് നമ്മളെ കൈയോടെ പിടിച്ചതാണല്ലോ. അന്നേരം മുത്തശ്വരനെ, അത് ശരിയാ, പക്ഷേ കുടുംബത്തിനകത്തു നിന്നല്ല ശത്രു, പുറത്തു നിന്നാണെന്ന് തിരുമേനി പറയുന്നുണ്ടല്ലോ. തിരുമേനി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെ അനുസരിച്ചത്. എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പരിഹാരമായിട്ട് 41 ദിവസം നടക്കുന്ന സർപ്പബലി, അതിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താനാകൂ എന്നാണ് തിരുമേനി പറയുന്നത്. അന്നേരം അത് കേൾക്കുന്ന നന്ദൻ പറയണേ, സർപ്പബലി ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്കെന്തോ 10-12 വയസ്സുള്ളപ്പോഴാണ് ഈ സർപ്പബലി ഞാൻ കണ്ടിരിക്കുന്നത്. അമ്മക്ക് ഓർമ്മയില്ലേ, നമ്മുടെ തറവാട്ടിൽ ചെറിയച്ഛൻ്റെ വീട്ടിൽ ഈ സർപ്പബലി നടക്കുന്ന സമയത്ത് ഒരു വലിയ പാമ്പ് ആ സർപ്പക്കളത്തിലേക്ക് വന്നതും അവിടെ വ്രതമനുഷ്ഠിച്ചിരുന്ന ചെറിയമ്മയെ വരഞ്ഞു മുറുക്കി അവസാനം ചെറിയമ്മയെ ആ നാഗത്തിൻ്റെ ദംശനമേറ്റ് മരിക്കുകയും ചെയ്തത്. അതാലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇപ്പോൾ ഇതാ അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സർപ്പക്കാവിൽ നടക്കാൻ പോകുന്നു. അതോ ആ ബലിക്ക് മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നത് ആ പാവം കൃഷ്ണമോളും. ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭയം തോന്നുന്നു അമ്മേ. അല്ല, സിത്താര ഇനി കൃഷ്ണയോട് വ്രതമെല്ലാം മതിയാക്കി പോകാൻ പറയോ? സിത്താര പറഞ്ഞതനുസരിച്ചിട്ടാണല്ലോ കൃഷ്ണ ഇവിടെ വന്നത്. അപ്പോൾ സിത്താരക്ക് തന്നെ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമല്ലോ. അന്നേരം മുത്തശ്വരനെ, അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം സിത്താരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. കൃഷ്ണയെക്കുറിച്ചുള്ള സത്യം എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെയായിരിക്കും കൃഷ്ണ യഥാർത്ഥത്തിൽ നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനും തുടങ്ങുന്നത്. എല്ലാത്തിനും അന്ന് തുടങ്ങുന്നൊരു അവസാനമാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിയ്ക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എന്തോ ആലോചിച്ച് പുറത്ത് നിൽക്കുന്ന കൃഷ്ണനെയാണ്. ഈ സമയം നവീൻ കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുക. അതെ, താനിവിടെ എന്താലോചിച്ച് നിൽക്കുക? പൂജാമുറിയിൽ പുറത്തിറങ്ങിയാലും മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഇരിക്കുകയല്ലോ. ആണോ? എന്നാലേ താൻ വേഗം റെഡിയായിട്ട് വാ, നമുക്ക് പുറത്ത് പോകാനുണ്ട്. പുറത്തോ? എങ്ങോട്ട്? നവീൻ അറിയില്ലേ ഞാൻ വ്രതത്തിലാണെന്ന്? അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. എടോ, ഞാൻ മുത്തശ്ശിയോടൊക്കെ ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടുള്ളതാ. മുത്തശ്ശി സമ്മതിക്കുകയും ചെയ്തു. മുത്തശ്ശി സമ്മതിച്ചെന്നോ? അതും വ്രതമുള്ള സമയത്ത് പുറത്തു പോകാൻ? ഞാൻ വിശ്വസിച്ചത് തന്നെ. അന്നേരം മാണിക്കുഞ്ഞു അങ്ങോട്ടേക്ക് വരിക. അയ്യോ ഗാഥ മേഡം, നവീൻ സാർ പറയുന്നത് സത്യം തന്നെയാ. നിങ്ങൾക്ക് രണ്ടാൾക്കും പുറത്തു പോകാൻ അനുവാദം മുത്തശ്ശി തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. ഞാനും നിങ്ങൾക്കൊപ്പം വരുന്നുണ്ട്. നവീൻ സാർ എങ്ങോട്ടേക്കാണ് മാഡത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഗാഥ മേഡം ഇങ്ങനെ പറയുന്നത്? എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് ശരി, അപ്പം സാറ് പറഞ്ഞില്ലേ? എൻ്റെ മാഡം, ഇവിടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്ക് മാഡത്തെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യവും സാറ് പറഞ്ഞത്. സത്യമാണോ? നവീൻ അമ്പലത്തിലേക്കാണോ എന്നെ കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചത്? അത് തന്നെ മാഡം, എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ കാര്യം തന്നെയാണ്. നേരത്തെ നവീൻ സാറിന് ഈ ദൈവകാര്യത്തിലൊന്നും തീരെ വിശ്വാസമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് അമ്പലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും സാറ് കാറിൽ തന്നെ ഇരിക്കും. എന്നിട്ട് എന്നോട് വഴിപാടുകളൊക്കെ നടത്തിയിട്ട് വരാനും പറയും. ഇപ്പം സാറിനുണ്ടായ മാറ്റമോ? ശരി, നവീൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് നവീൻ ഒറ്റ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നാൽ മതി. അതെന്താ കാതെ, ഞാനിപ്പോഴും കള്ളം പറഞ്ഞ് തന്നെ ഇടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണെന്നാണ് താൻ വിചാരിക്കുന്നത്? എന്താ അങ്ങനെയല്ലേ അപ്പോൾ? അന്നേരം സുമിത്ര അങ്ങോട്ടേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് വരിക. മോളെ ഇക്കാര്യത്തിൽ സംശയിക്കുകയൊന്നും വേണ്ട. ഇവനെ മോളെ കുട്ടി ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മുത്തശ്ശിയോട് പറഞ്ഞ് അനുവാദം വാങ്ങിക്കുകയും ചെയ്തു. അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ സംശയിക്കുകയൊന്നും വേണ്ട. അല്ലമ്മേ, എന്നാലും അത് മോളിനി ഒന്നും പറയണ്ട. ഇവൻ ഇത്ര ആഗ്രഹിച്ചല്ലേ, നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വാ. ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന രീതിയിൽ അടുപ്പം പാടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും വലുതായ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ശരിയമ്മേ, എന്താണെങ്കിലും ഒരു നല്ല കാര്യത്തിനല്ലേ. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് നവീൻ ചോദിക്കുക. അന്നേരം സുമിത്ത് പറയണേ, കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് മോളെ കൂട്ടി നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കണം. നിന്റെ കുസൃതിയപ്പിക്കളൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നവീനും കൃഷ്ണയും കാതയും അവിടെ നിന്നും കാറെടുത്ത് പുറത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് എവിടെയൊക്കെ പോയിട്ട് തിരിച്ച് കാറിലേക്ക് കയറുന്ന നന്ദനെയാണ്ടോ. ഈ സമയം നന്ദൻ്റെ പഴയൊരു ബിസിനസ്സിലെ ഫ്രണ്ടായിട്ടുള്ള വിശ്വനാഥനെ കാണുവാണ്. വിശ്വനാഥനെ കാണുന്നതും നന്ദൻ്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ. വിശ്വനാഥൻ നന്ദൻ്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുക. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദൻ പറയുക, വിശ്വനാഥൻ പണ്ടിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. നമ്മളൊന്നിച്ച് പല കാര്യങ്ങളിലും ബിസിനസ്സിലും മറ്റുമൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ നവീൻ ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം വിശ്വനാഥന് പല ക്രൂരതകളും എൻ്റെ മോനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അവന് വിശ്വനാഥനെ തീരെ ഇഷ്ടമല്ലാഞ്ഞത്. അന്നേരം വിശ്വനാഥ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നവീൻ്റെ വിവാഹമായിരുന്നില്ലേ? നാട്ടിലെ എല്ലാ ബിസിനസ്സുകാർക്കും ക്ഷണമുണ്ടായിട്ടും എന്നെ താൻ ക്ഷണിച്ചു പോലില്ലല്ലോ. അന്നേരം നന്ദൻ പറയുവാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മോനോട് താൻ ചെയ്ത ദ്രോഹങ്ങൾ, അതൊന്നും നവീൻ എങ്ങനെ മറക്കാൻ പറ്റില്ല.
പിന്നെ കല്യാണമെല്ലാം എടുപടിയെന്ന് തീരുമാനിച്ചതായിരുന്നു. അന്നേരം വിശ്വനാഥൻ പറഞ്ഞേ, എങ്ങനെ തീരുമാനിക്കാതിരിക്കും? സിതാര ശ്രീനിവാസന്റെ മകളെയല്ലേ വിവാഹം ചെയ്തത്? അവരുടെ ചരിത്രമൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. ഉള്ളൊരു ബന്ധത്തിൽ നിന്നാണല്ലോ മോന് വേണ്ടി നിങ്ങൾ പെണ്ണെടുത്തത്. അന്നേരം അയാൾ ചോദിക്കുക, സിത്താരക്ക് എന്താ കുഴപ്പം? എന്തിനാ ആ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? അന്നേരം വിശ്വനാഥൻ പറയണേ, അല്ല വിവാഹത്തിന് പെൺകുട്ടിയുടെ അച്ഛൻ വന്നിരുന്നോ ശ്രീനിവാസൻ? അന്നേരം നന്ദൻ പറയണേ, സിത്താരയും ശ്രീനിവാസും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അവരതിൻ്റെ പേര് പിരിഞ്ഞല്ലേ താമസിക്കുന്നത്. ഒറ്റക്ക് മകളെ വളർത്തുന്ന അമ്മക്ക് ഒരു വിവാഹം നടത്തിക്കൂടെ? അന്നേരം വിശ്വനാഥൻ പറയണേ, അവരെന്തുകൊണ്ടാണ് പിരിഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? എന്താണെങ്കിലും ഈ ശ്രീനിവാസ് പെട്ടെന്ന് ഒരു നാൾ തിരിച്ചു വരും, കൂടെ അയാൾക്കൊപ്പം വേലക്കാരിയും ഉണ്ടാവും. വിശ്വനാഥൻ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം വിശ്വനാഥൻ പറയണേ, അത് ശരി, അപ്പോൾ സിതാര പറയേണ്ട കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിച്ചിട്ടില്ലല്ലേ? അതൊക്കെ മറച്ചു വെച്ചാണല്ലേ വിവാഹം നടത്തിയത്? ഈ സിത്താരയ്ക്ക് ശ്രീനിവാസനോട് അകൽച്ചുണ്ടായത് എങ്ങനെയെന്ന് വിചാരിച്ചത്? ശ്രീനിവാസനും അവിടുത്തെ വേലക്ക് നിന്നിരുന്ന ശാന്തി എന്ന് പറഞ്ഞ വേലക്കാരി തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവർക്കതിൻ്റെ പേരിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. അക്കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് സിത്താരയും ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞത്. അതറിയോ നിങ്ങൾക്ക്? അങ്ങനെ അയാൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുന്ന നന്ദനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.